അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലീത്ത മോറാൻ മോർ അത്തനേഷ്യസ് യോഹന്നാന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തുടങ്ങും. 7ാം അന്ത്യശുശ്രൂഷകൾക്ക് ശേഷം ഭൗതിക ശരീരം സെന്റ് ജോസഫ് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോകും. മെത്രാപ്പൊലീത്തയുടെ ആഗ്രഹപ്രകാരം തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്താണ് അന്ത്യവിശ്രമത്തിനുള്ള ഇടം ഒരുങ്ങുന്നത്. അജീഷ് ജയകുമാർ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, എന്തൊക്കെയാണ് ചടങ്ങുകളുടെ വിശദാംശങ്ങൾ? അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലീത്ത മോറാൻ മോർ അത്തനേഷ്യസ് യോഹന്നാനുടെ ഭൗതികദേഹം ഇപ്പോൾ ഈ സഭാ ആസ്ഥാനത്തുള്ള സെന്റ് ജോസഫ് പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. അല്പസമയം മുമ്പാണ് 7ാം ശുശ്രൂഷയും പൂർത്തിയായ ശേഷം ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് ആംബുലൻസിൽ എത്തിച്ചത്. ആദ്യം വിലാപയാത്രയായി കൊണ്ടുവരാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പിന്നീട് കാലാവസ്ഥ പ്രതികൂലമായതോടെയാണ് ആംബുലൻസിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഒരുപാട് വിശ്വാസികൾ, വൈദികർ ഒക്കെ ഈ ആംബുലൻസിനൊപ്പം തന്നെ ഈ മെത്രാപ്പൊലീത്തയുടെ കൂടെ അണിചേർന്നിരുന്നു. എന്തായാലും 11 ആണ് ഈ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം പള്ളിയോട് ചേർന്നുള്ള കത്തീഡ്രലിന് സമീപത്താണ് സംസ്കാര ചടങ്ങുകൾക്കായി അല്ലെങ്കിൽ അന്ത്യശുശ്രൂഷയ്ക്കായി തീരുമാനിച്ചത്. സാംസ്കാരിക, രാഷ്ട്രീയ, സിനിമാ മേഖലയിലെ ഒരുപാട് പേർ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ ഇന്ന് പൊതുദർശനം നടന്ന കൺവെൻഷൻ സെന്ററിലേക്ക് എത്തിയിരുന്നു. സിനിമാ സംവിധായകൻ ബ്ലസി, മന്ത്രിമാരായ വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ സഭാ പ്രതിനിധികളും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ ഇവിടെ കൺവെൻഷൻ സെന്ററിൽ എത്തിയിരുന്നു. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ പൊതുദർശനം ഇന്നലെ രാത്രി വരെ തുടർന്നിരുന്നു. രാത്രി പ്രത്യേക വൈദികരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ശുശ്രൂഷയാണ് നടന്നിരുന്നത്. ഇന്ന് 11-ന് സാമുവൽ മാർ തെയോഫിലോസിന്റെ നേതൃത്വത്തിലാണ് ഖബറടക്ക. അത്തനേഷ്യസ് യോഹന്നാൻ മെത്രാപ്പൊലീത്തയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അജീഷ് ജയകുമാറാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. അജീഷിന് കേൾക്കാമെന്തോ വിചാരിക്കുന്നു. അജീഷ് പറഞ്ഞോളൂ. വേണു, ഈ മെത്രാപ്പൊലീത്തയുടെ ഭൗതികദേഹം അദ്ദേഹം ആഗ്രഹിച്ചത് പ്രകാരം തിരുവല്ലയിലൂടെ ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം സെന്റ് ജോസഫ് പള്ളിയിൽ എത്തിച്ചിരിക്കുകയാണ്. സമയം മുമ്പാണ് പൊതുദർശനത്തിന് ശേഷം 7ാമത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഭൗതികദേഹം ആംബുലൻസിൽ വിലാപയാത്രയായി ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. നേരത്തെ ഒരുപാട് ആളുകൾ, അദ്ദേഹത്തിന്റെ വിശ്വാസികളും സഭാ വൈദികരും ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ, അത് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്, പല രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്, ഇവരെല്ലാം ഈ വിലാപയാത്രയ്ക്കൊപ്പം അനുഗമിച്ചു. അല്പസമയത്തിന് ശേഷം ഏതാണ്ട് 11:30 സാമുവൽ മാർ തെയോഫിലോസിന്റെ നേതൃത്വത്തിൽ ശുശ്രൂഷയായ ഖബറടക്ക ശുശ്രൂഷ നടക്കും. അതിനുശേഷം സെന്റ് തോമസ് ചർച്ച് കത്തീഡ്രലിനോട് ചേർന്നാണ് ഖബർ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ തുടങ്ങിയ പൊതുദർശനം രാത്രി വരെ തുടർന്നു. പിന്നീട് രാവിലെ വരെ സഭാവിശ്വാസ പ്രകാരം ശുശ്രൂഷകളായിരുന്നു. രാവിലെ 9 മണിക്ക് ആയിരുന്നു ഇന്ന് രാവിലെ വീണ്ടും പൊതുദർശനം തുടങ്ങിയത്. 10:30 വരെ പൊതുദർശനം ഉണ്ടായിരുന്നു. അവസാനമായി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ ഒരുപാട് പേർ ഈ തിരുവല്ലയിലുള്ള ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്ഥാനത്ത് എത്തിയിരുന്നു. സുവിശേഷത്തിന്റെ പാതയിൽ ആത്മീയയാത്ര നടത്തി ബിലീവേഴ്സ് ചർച്ചിലേക്ക് വളർന്ന് ലോകമാകെ പരന്നു കിടക്കുന്ന വിശ്വാസ ശൃംഖല തന്നെ സ്ഥാപിച്ച മനുഷ്യനായിരുന്നു. പ്രകാരം അദ്ദേഹം സ്ഥാപിച്ച വലിയ പ്രസ്ഥാനത്തിന് കീഴിലെ ഒരു പള്ളിയിൽ സെന്റ് ജോസഫ് കത്തീഡ്രലിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ ഇപ്പോൾ എത്തിച്ചിരുന്നു. ഒരാഴ്ച മുമ്പാണ് അദ്ദേഹം ഒരു വാഹനാപകടത്തിൽ അമേരിക്കയിൽ മരിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നെടുമ്പാശ്ശേരിയിൽ ഭൗതിക ശരീരം എത്തിച്ച ശേഷം അവിടുന്ന് വിലാപയാത്രയായിട്ടാണ് ഓരോ സ്ഥലങ്ങളിലും
അത്തനേഷ്യസ് യോഹൻ മെത്രാപ്പോലീത്തയുടെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 11:30 കബറടക്ക ശുശ്രൂഷകൾക്ക് തുടക്കമാവുക. അജീഷ് ജയകുമാർ ചേരുന്നു വീണ്ടും പത്തനംതിട്ടയിൽ നിന്ന്. അജീഷ്, ഔദ്യോഗിക ബഹുമതിയിലൂടെയാണോ സംസ്കാരം? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ഔദ്യോഗിക സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതിയോടെയാണ് സംസ്കാരം. അല്പസമയം മുമ്പാണ് ഈ ഔദ്യോഗിക ബഹുമതി പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. കൺവെൻഷൻ സെന്ററിൽ പൊതുദർശനത്തിന് എത്തിക്കുമ്പോഴാണ് ഗാർഡ് ഓഫ് ഓണർ നൽകി. അതിനുശേഷം ഭൗതികദേഹം അവിടുന്ന് ആംബുലൻസിൽ വിലാപയാത്രയായിട്ടാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം സെന്റ് ജോസഫ് കത്തീഡ്രലിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരുപാട് വിശ്വാസികൾ, ആയിരക്കണക്കിന് വിശ്വാസികൾ, വൈദികർക്ക് ഈ പള്ളി അങ്കണത്തിൽ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 7ാം അന്ത്യ ശുശ്രൂഷകൾക്ക് ശേഷമായിരുന്നു ഭൗതിക ശരീരം സെന്റ് ജോസഫ് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം ചുറ്റുപത സെന്റ് തോമസ് ബിലീവേഴ്സ് ക്രിസ്ത്യൻ ചർച്ച് കത്തീഡ്രലിൽ വിലാപയാത്രയായി എത്തി. 11:30 സാമുവൽ മാർ തെയോഫിലോസിന്റെ നേതൃത്വത്തിൽ കബറടക്ക ശുശ്രൂഷ നടക്കും. അതിനുശേഷം സെന്റ് തോമസ് ചർച്ചിന് ചേർന്നുള്ള കത്തീഡ്രലിനോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ് ഖബർ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ വലിയ ആൾക്കൂട്ടമാണ് അദ്ദേഹം. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അത്തനേഷ്യസ് യോഹൻ മെത്രാപ്പോലീത്തയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. 11:30 ഖബറടക്ക ശുശ്രൂഷകൾക്ക് തുടക്കമാവുക.